ഹലോ, സായി സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ കുറേ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, ഹോം ടൂർ ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഫോട്ടോസൊക്കെ കുറേ മുന്നേ ഇവിടെ വീട്ടിൽ കയറുന്ന ആ ടൈമിൽ എടുത്തതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ 4 വർഷമായി ഇവിടെ കയറിയിട്ട്. അപ്പോൾ അന്നൊക്കെ എടുത്തൊരു ഫോട്ടോസാണ് കേട്ടോ, ഇപ്പോഴത്തെ ഫോട്ടോസൊന്നും അല്ല. അപ്പം ഞാനിതിൽ ഓൺ വോയിസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ അന്ന് കുറച്ച് മഴയുള്ള ദിവസം കൂടിയാണ് ഞാൻ വീഡിയോസ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലാരിറ്റി കുറവും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോയാലോ. വാ. പിന്നെ ഞാൻ സിറ്റ് ഔട്ടിൻ്റെ ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. സിറ്റ് ഔട്ട് തുറന്ന് കയറി പോണ ഉള്ളിലുള്ള വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഇതാണ് ലിവിങ് ഏരിയ കേട്ടോ. കണ്ടോ, സോഫയൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ മുകളിലൊക്കെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടി വിയിലിപ്പോൾ ഇതില്ല, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ കേബിൾ പോയതാ തോന്നുന്നു. കേബിളല്ല, സൺ ഡയറക്റ്റാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇത് ഞാൻ അംഗനവാടിയിൽ വർക്ക് ചെയ്തിരുന്നു കേട്ടോ. അവിടുന്ന് പാരൻസ് എല്ലാവരും കൂടിയിട്ട് തന്നൊരു ഗിഫ്റ്റാണ്. പിന്നെ ഇതും അതേപോലെ തന്നെ അവിടുന്ന് കിട്ടിയൊരു മൊമെൻ്റാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ലച്ചുമോളാണ് കേട്ടോ. ലച്ചുവിൻ്റെ ചെറിയ ഫോട്ടോ ആണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ കണ്ണൻകുട്ടിയാണ്. പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ അച്ഛനും അമ്മയാണ് കേട്ടോ. കുറേ മുന്നത്തെ ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് പിന്നീട് കാണലേ. പിന്നെ ഇത് ഞങ്ങളുടെ മാരേജ് ഫോട്ടോ ആണ്. ഇത് പിന്നെ ശ്രീലുമോൾ കേട്ടോ. ഇത് ഞങ്ങൾ ശ്രീലുമോളും കൂടെ ആയിട്ട് ഞങ്ങൾ പിന്നെ ഫാമിലി ഫോട്ടോ ആയിട്ട് എടുത്തതാണ്. ഇത് അവർ 3 ആളും കൂടെ എടുത്തതാട്ടോ. ഇത് അതിൻ്റെ മുന്നുള്ളതാണ്. കണ്ണന് ചെറുതാകുമ്പോൾ ഞങ്ങൾ എടുത്തതാട്ടോ. അന്നൊക്കെ ഞാൻ നല്ല തടിയാട്ടോ. ഇപ്പോഴും ഉണ്ട്, എന്നാലും. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അംഗനവാടിയിൽ വർക്ക് ചെയ്തിരുന്നു എന്ന്. അപ്പോൾ അവിടുത്തെ ഒരു കുട്ടി ഗിഫ്റ്റ് തന്നതാട്ടോ. ഇത് പിന്നെ ഏട്ടന് ഷീറ്റൊക്കെ എടുക്കണ കടയിൽ നിന്ന് അങ്ങനെ ഒരു മൊമെൻ്റ് കൊടുത്തതാണ്. അപ്പം ഇത്രയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ കിട്ടിയ ഒത്തിരി കണ്ടോ, കുറേ ഉണ്ട്, മൊമെൻറ്റോസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ കേട്ടോ. അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയും തന്നെ നമ്മൾ ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പറഞ്ഞാൽ ഒരു ടെക്സ്റ്റൈൽ വർക്ക് കൊടുത്തതാട്ടോ. അടിയിൽ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ആക്കിയിട്ട് ഫോട്ടോസും ഇതൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷോക്കേസ് ഉണ്ട്. ഇതൊക്കെ ഏട്ടൻ്റെ വർക്കാട്ടോ. ഏട്ടനാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ജാളി കട്ടിങ്ങൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തൊരു പീക്കോക്കാണ് കേട്ടോ. കണ്ടോ, ഷോവാൾ മാതിരി തന്നെ. പിന്നെ ഇവിടെ വാഷ് ബേസ് ഏരിയ കേട്ടോ. പിന്നെ എൻ്റെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് വയ്ക്കൽ കേട്ടോ. കണ്ടോ. പിന്നെ ഇതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ പിക്ചറൊക്കെ കൊടുത്തതാണ്. ഇത് വരപ്പിച്ചതാട്ടോ, ഏട്ടന് വരപ്പിച്ചതാണ്. കണ്ടോ. പിന്നെ ഇത് പറഞ്ഞാൽ ലച്ചുമോള് ശ്രീലുമോളും കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് ഈ ബെഡിൽ കിടക്കാൻ കഴിയണില്ല, എല്ലാവരും പാടെ ആയപ്പോൾ. അപ്പോൾ പിന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുകളിലത്തെ ഒരു കട്ടിലിൻ്റെ ബെഡ് കൊണ്ടുവന്നുങ്ങാണ്ട് ഇവിടെ ഇട്ടതാട്ടോ. പിന്നെ ഇതാണ് അലമാര. പിന്നെ അത് മുകളിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അറയുണ്ട്. ഇവിടെയും തന്നെ നമ്മൾ ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അലമാര ഇതൊക്കെ ഏട്ടൻ്റെ വർക്കാണേ, അലമാരയൊക്കെ ചെയ്തത്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഡ്രസ്സിങ് ഏരിയ കേട്ടോ.
ഇത് മക്കളുടെ ഇതാണ്, ടെഡി ബിയറൊക്കെയാണ്. ഇവിടെ വന്നിട്ട് ഒരു ബാത്റൂമും ഉണ്ട്. ബാത്റൂമൊന്നും ഞാൻ തുറന്ന് കാണിക്കണില്ല കേട്ടോ. ഇതാകണ്ടോ, ഡ്രസ്സിങ് ഏരിയയാണ്. ഫുഡ് സൈസ് കാണാം. ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അലമാരേൻ്റെ ഡോറിൻ്റെ ഒക്കെ കളറായിട്ട് തന്നെ കൊടുത്തതാണ് കേട്ടോ. അതാ കണ്ടോ, അതേ കളറിൽ തന്നെ ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം കേട്ടോ. ഇതാണ് അടുത്ത റൂം കേട്ടോ. ഇതാ കണ്ടോ, കട്ടിലൊക്കെ ഏട്ടൻ തന്നെ ചെയ്യണതാണ് കേട്ടോ. ഏട്ടന് ഇൻറ്റീരിയലിൻ്റെ വർക്കാണ്. ഇവിടെയും തന്നെ ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ടേബിൾ കേട്ടോ. പിന്നെ അതാ ഇവിടെയും തന്നെ നമുക്കൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം കേട്ടോ. ഹോം ടൂർ ഇങ്ങനെയൊക്കെയാണോ ചെയ്യാന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മുടെ കിച്ചണാണിത്. ഫ്രിഡ്ജ് വന്നിട്ട് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അലമാരകളും സംഭവങ്ങളൊക്കെ ഇതാ കണ്ടോ. ഇതൊക്കെ ഏട്ടൻ്റെ വർക്കാണ്. ഇൻറ്റീരിയൽ മൊത്തം ഏട്ടനാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇവിടെയാണ് കേട്ടോ. ഗ്യാസ് അടുപ്പൊക്കെ നമ്മൾ പിന്നെ കണ്ടിട്ട് പരിചയം ഉണ്ടാവുമല്ലോ. ഇതാ കണ്ടോ, പാത്രങ്ങളും കാര്യങ്ങളൊക്കെ, കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് വെക്കൽ. പിന്നെ അതാ ഇവിടെ ഉണ്ട് പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചു. ഇത് ഞാൻ കേക്കിൻ്റെ ഇതൊക്കെ ഇവിടെയാണ് കേട്ടോ വെക്കൽ. കേക്കിൻ്റെ കളറും കാര്യങ്ങളൊക്കെ. പിന്നെ അതാ ഈ കുറേ പാത്രങ്ങൾ അടിയത്തെ ഷെൽഫിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെതാ ഇതാണ് വിറകടുപ്പ് കേട്ടോ. കണ്ടോ, അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഞാൻ ചോറും ചായക്കടിയൊക്കെ ഇവിടെ തന്നെയാണ് വെക്കൽ. കറി കാര്യങ്ങളൊക്കെ കുക്കറൊക്കെ ഉണ്ടാവുകൊണ്ടേ അവിടെ വെക്കും. ഇത് സിങ്കും കാര്യങ്ങളും. പിന്നെ വന്നിട്ട് ഇതാണ് പുറത്തേക്കുള്ള വഴി കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിൽ പിന്നെ സ്റ്റെയറിൻ്റെ അവിടെ കുറച്ച് പെർഗോള കൊടുത്തതാട്ടോ. ചുമരിൻ്റെ അവിടെ നമുക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടേ. ഇവിടെയാണ് ഞാൻ പൂജാ റൂമൊക്കെ കേട്ടോ. പൂജ റൂമായിട്ടല്ല, ഇതിങ്ങനെ സെറ്റാക്കി ഉണ്ടാക്കിയതാട്ടോ. ഇതും തന്നെ ഏട്ടൻ്റെ ഇതാണ്, ഏട്ടൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ആ പാത്രത്തിൽ ഇങ്ങനെ ശബരിമലയിൽ നിന്ന് നെയ്യൊക്കെ കൊണ്ടുവരില്ലേ, അതാണ് കേട്ടോ. പിന്നെ അതാ ഇവിടെയും തന്നെ താഴത്ത് നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കളറ് മാറ്റുണ്ട്, താഴത്തെ കളറ് പോലെയല്ല. പിന്നെ അതാ ഇതാണ് മുകളിലത്തെ ഫസ്റ്റത്തെ റൂം കേട്ടോ. ഇത് ലച്ചുമോള റൂമാണ്. ഇതാ കണ്ടോ, ഇവിടെയും തന്നെ ഒരു പിക്ചർ വരച്ചതാട്ടോ. അത് പെയിൻറ്റിങ് ചെയ്തതാണ്. ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ചെയ്തതാട്ടോ. ഇവിടെയും തന്നെ മുകളിലേക്ക് ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ കർട്ടനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. മുകളിൽ പിന്നെ അങ്ങനെ ഞങ്ങൾ കയറാത്തത് കൊണ്ട് കയറൂല എന്നല്ല, ഇവിടെ അങ്ങനെ കടക്കലൊന്നുമില്ല. ഞങ്ങൾ 5 ആളല്ലേ. അപ്പോൾ പിന്നെ അപ്പുറത്താണ്. പിന്നെ ഇതിങ്ങനെ ഒരു റൂമെന്ന് ഇപ്പുറത്തേക്കുള്ളൊരു ഏരിയയാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇവിടെയാണ് ഗ്ലാസ് വന്നിട്ടുള്ളത്. ഗ്ലാസിൻ്റെ പകുതി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ മക്കൾ. ഇത് അലമാര കേട്ടോ. അലമാരകൾ ഇവിടെ ഇങ്ങനെയാണ് അലമാര. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം കേട്ടോ. മുകളിലത്തെ രണ്ടാമത്തെ റൂം കേട്ടോ. ഇവിടെ അതാ കോമൺ ആയിട്ടൊരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ആ റൂമിക്കും ഈ റൂമിക്കും കൂടിയായിട്ടാണ്. പിന്നെ ഇതാണ് അടുത്ത റൂം. ഇത് ഞങ്ങളെ പഴയ കട്ടിലാട്ടോ. അവിടെ കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള കട്ടിലാണ്. അപ്പോൾ ഇതുമത്തെ ബെഡാണ് ഞാൻ താഴത്ത് കൊണ്ടുപോയിട്ടിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ പഞ്ഞീൻ്റെ ബെഡാണ്. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കാനും തിരിക്കാനൊക്കെ വയ്ക്കും. അപ്പോൾ ഇത് പിന്നെ ഞാൻ വെറുതെ ഒരു ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ടില്ലാണ് കേട്ടോ. പൊടിയും ചെല്ലുന്ന ആവണ്ട വിചാരിച്ചിട്ട്. ഇവിടെയും തന്നെ നമ്മൾ ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡ്രസ്സിങ് ടേബിൾ കേട്ടോ. പിന്നെ ഇവിടെ ഒരു അലമാരയും വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അറയുണ്ട് കേട്ടോ.
അതിലൊന്നും അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. ഒക്കെ ഈ അലമാര കൂടെ തന്നെ അങ്ങനെ വെക്കും. ഈ അലമാരയിൽ ഇപ്പോൾ എന്താ ഉള്ളത്, അതിൻ്റെ സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വിളക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പഴയ സാരികളാണ് കേട്ടോ. ഞാൻ സാരി അങ്ങനെ ഉപയോഗിക്കലില്ല. ഇവിടെയും തന്നെ ഞാൻ കർട്ടനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കർട്ടൻ മുകളിൽ അങ്ങനെ കയറാത്തതുകൊണ്ടേ. അപ്പോൾ പിന്നെ വന്നിട്ട് ഇതാ ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഒരു റൂം തന്നെയാണ്. ഇവിടെ കട്ടിലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പുറത്തേക്കുള്ള എൻട്രൻസും ഇതുണ്ടോ, റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട് കേട്ടോ. ബാത്റൂമും പിന്നുണ്ട്. ഇതാ കണ്ടോ, ഇത് പിന്നെ മക്കളെ പഴയ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കലാണ് കേട്ടോ. പിന്നെ ഇതാണ് പുറത്തേക്കുള്ള ഏരിയ കേട്ടോ, ബാൽക്കണി കണ്ടോ. ഇങ്ങനെ ഇവിടേക്ക് മഴയും കാര്യങ്ങളൊക്കെ കുറച്ച് തട്ടും. അടിക്ക് ഞങ്ങൾ റംബുട്ടാൻ്റെ മരമാണ് കേട്ടോ. റംബുട്ടാനും ഉണ്ട്, അപ്പുറത്ത് സപ്പോട്ട ഉണ്ട്. അതാ ഇവിടെ എത്രയേ ഉള്ളൂ. ഇനി കാണിച്ചുതരാം അപ്പുറത്ത്. പിന്നെ അതാ ഇവിടെ അങ്ങനെ വന്നിട്ട് ഫസ്റ്റ് റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഓപ്പൺ ടെറസ് വരുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഡ്രസ്സൊക്കെ ഇവിടെ തോരിടും. നമ്മുടെ മെഷീനൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ്റെ വർക്കിൻ്റെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. മെഷീൻ ഇവിടെയാണ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ വീട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്